ഹായ് ഓൾ, ഹാപ്പിനെസ് ബൈ അപ്പൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ബ്രദർ 3 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവനെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ പോകലാണ് ഇന്നത്തെ വ്ളോഗിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ആ ഒരു തിക്കും തിരക്കും ഹാപ്പിനെസ്സൊക്കെ നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെയുള്ള വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ ഗൈസ്. അമ്മയുടെ ഒരു ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അമ്മേനെ ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി കറി കയറി ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും അഖിലേട്ടനും കാതും റിസ്വലും നല്ല ഉറക്കം. പിന്നെ എനിക്കും അമ്മയ്ക്കും ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് കുറേ നേരം കാറിലിരുന്നു. അവിടെ നിന്നും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ട് ഒരു 1.5 അവറോളം അവൻ്റെ ഫ്ലൈറ്റ് ഡിലേ ഉണ്ട്. അതുമാത്രമല്ല ചെക്കൗട്ട് ചെയ്യാനും കുറച്ചുകൂടി ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് കുറേ നേരം കറങ്ങി, വെറുതെ ഒരു പട്ടിഷോ, ഒരു മനസ്സുഖം, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ എയർപോർട്ടിൽ കുറേ നേരം കറങ്ങിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷം ഉണ്ടായ കുറച്ച് നിമിഷങ്ങൾ ഉണ്ടായിരുന്നത്. മറ്റൊന്നുമല്ല, ഞങ്ങളൊക്കെ ചെറുതിൽ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നത് കാത്തു നിൽക്കുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ മുഖം എനിക്കിന്നിവിടെ കാണാനായിട്ട് സാധിച്ചു. അമ്മയുടേത് മാത്രമല്ല അച്ഛൻ്റെതും. സോ അച്ഛനും അമ്മയും ഒരുപാട് ഒരു കൗതുകത്തോടു കൂടിയാണ് ആ ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടേ നിൽക്കുന്നത്. 3 വർഷത്തിന് ശേഷം അവരവരുടെ മകനെ കാത്തു നിൽക്കുന്ന ആ രംഗം എന്നെ ഒരുപാട് സന്തോഷപ്പെടുത്തി. പിന്നെ സന്തോഷം അവർക്കാണെങ്കിലും നിന്ന് കാല് കഴിച്ചപ്പോൾ ഞാനും റിസ്വലും പോയിരുന്നു, അത് വേറെ കാര്യം. അതിനുശേഷം പിന്നെ അവൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാനും കൂടി എൻട്രി നിന്ന് നോക്കി. അങ്ങനെ മകൻ വരുന്നതിൻ്റെ സന്തോഷമാണ് നിങ്ങളാ നിറഞ്ഞു നിൽക്കുന്നത്. അതിനുശേഷം ഭയങ്കര റോയൽ എൻട്രിയിൽ ഇങ്ങനെ മാസ് പിടിച്ച് നടന്നു വരുന്നതാണ് എൻ്റെ ചേട്ടൻ. എൻ്റെ മാത്രമല്ല കാതുവിൻ്റെയും ചേട്ടൻ. അങ്ങനെ അവൻ വന്നു. അവനെ ഞങ്ങൾ ഹഗ്ഗൊക്കെ ചെയ്തു. അതിനുശേഷം അവൻ്റെ ഫോണൊക്കെ മേടിച്ച് നോക്കുകയാണ് അച്ഛൻ. ടോട്ടലി മറ്റാൾ പോയതുപോലെയല്ല, ഒരു ഗെറ്റപ്പും സെറ്റപ്പൊക്കെ ഫുള്ള് മാറിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് അച്ഛൻ നിൽക്കുന്നത്. അതിനുശേഷം എയർപോർട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങി ഞാനൊരു കട്ടൻ കുടിച്ചു. ഇവർ കുറേ ബജികളും ചായയും കുടിച്ചു. എനിക്കിന്ന് ഹെൽത്ത് ഒട്ടും ഒക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ചിരിച്ച ബജി കഴിച്ചു. പിന്നെ ആസ് എ ബ്രദർ ഞാൻ അവൻ്റെ പെട്ടിയിൽ നിന്ന് കുറച്ച് കുപ്പി അടിച്ച് മാറ്റി. അതിനുശേഷം പാതി പൊട്ടിയ പെട്ടി ഇവിടെ തന്നെ ഉണ്ട്, എല്ലാവർക്കും തരാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെയും ബൈ.